തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കെ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി ശരിവെച്ചു. ബാബു തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുവെന്നും വിജയം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് എം സ്വരാജ് സമർപ്പിച്ച ഹർജി കോടതി തള്ളുകയായിരുന്നു. വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ഉത്തരവ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ ബാബു മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് തേടിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. അയ്യപ്പനൊരു വോട്ട് എന്ന് അച്ചടിച്ച തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് വിതരണം ചെയ്തതിൻ്റെ തെളിവ് കോടതിയിൽ സ്വരാജ് ഹാജരാക്കിയിരുന്നു. ബാബുവിൻ്റെ നടപടി ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനമായതിനാൽ ബാബുവിൻ്റെ വിജയം അസാധുവായി പ്രഖ്യാപിച്ച് തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്നും സ്വരാജ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സ്ലിപ്പ് അച്ചടിച്ചത് ആരാണെന്നോ വിതരണം ചെയ്തത് ആരാണെന്നോ തെളിയിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സാക്ഷിമൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നും വിലയിരുത്തിയ കോടതി സ്വരാജിൻ്റെ ഹർജി തള്ളുകയായിരുന്നു. വിധിയിൽ സന്തോഷമുണ്ടെന്ന് കെ ബാബു പ്രതികരിച്ചു. ഇലക്ഷൻ്റെ തലേ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പെറ്റീഷൻ കൊടുത്തു. അതിനെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലുമാണ് അത് കൊടുക്കേണ്ടത്. പക്ഷെ അതുപോലും ചെയ്തില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പരാതികൾ ഇലക്ഷൻ കമ്മീഷനിൽ ഉന്നയിച്ചിരുന്നുവെന്ന് എം സ്വരാജ് ചൂണ്ടിക്കാട്ടി. ഇതിന്റെ തുടർച്ചയായാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന വിധിയാണ് കോടതിയിൽ നിന്നുണ്ടായതെന്നും വിധി സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സ്വരാജ് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു പരാതിയുമായി ഹൈക്കോടതിയുടെ മുൻപാകെ വന്നതല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ നഗ്നമായ നിയമലംഘനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻപാകെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകും. വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ, അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ്, അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാകും. പാർട്ടിയുമായും അഭിഭാഷകരുമായും കൂടിയാലോചിച്ച് തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും എം സ്വരാജ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പ് കേസിൽ നിയമപോരാട്ടം ഇനിയും തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചന. കൈരളി ന്യൂസ്, കൊച്ചി.